ഗുരുവായൂരപ്പന് ഭക്തന്റെ വേറിട്ട സമർപ്പണം. പൂജാപുഷ്പങ്ങൾക്കായി തെച്ചിപ്പൂങ്കാവനം ഒരുക്കി പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ്. പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് ഗുരുവായൂർ ക്ഷേത്രഭൂമിയിൽ 2000-ലധികം തെച്ചിപ്പൂച്ചെടികൾ ഒരുക്കി മികവിന്റെ പുഷ്പോദ്യാനം ഒരുക്കിയത്. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച ശേഷം ആദ്യ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ദേവസ്വം മെമ്പർമാരായ കെ.പി. വിശ്വനാഥൻ, മനോജ് ബി. നായർ, ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ, മലപ്പുറം ശാന്തിഗിരി മഠാധിപതി സ്വാമി മുക്തചീത്ത തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. സഹോദരി പുത്രൻ പ്രദീപ് ഖണ്ണന്റെ പിന്തുണയോടെയാണ് സുരേഷ് പുഷ്പോദ്യാനം ഒരുക്കിയത്. കുടുംബത്തോടൊപ്പം എത്തിയാണ് ഐശ്വര്യ സുരേഷ് ഉദ്യാന സമർപ്പണം നടത്തിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തുന്ന ഭക്തർ പൊന്നും പണവും ഉപഹാരങ്ങളും ഉൾപ്പെടെ വഴിപാടായി നൽകുന്ന ഗുരുഭവനപുരിയിലേക്ക് സുരേഷ് നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി. ഇതിനു മുമ്പ് ശബരിമല, ചോറ്റാനിക്കര, തിരുനാവായ തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാപുഷ്പങ്ങൾ ഒരുക്കാൻ തെച്ചി തോട്ടങ്ങൾ ഒരുക്കിയ ശേഷമാണ് ഡോക്ടർ ഐശ്വര്യ സുരേഷ് ഗുരുഭവനപുരിയിലും പൂജാപുഷ്പങ്ങൾക്കായി തോട്ടം ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രഭൂമിയിൽ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്ത് തെച്ചിത്തൈകൾ നട്ട് നനച്ച് പരിപാലിക്കാൻ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹൈബ്രിഡ് തെച്ചിത്തൈകളാണ് ഗുരുവായൂരിൽ എത്തിച്ചത്. ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് ഗുരുവായൂരപ്പന് വേണ്ടി പൂജാപുഷ്പങ്ങൾക്കായി ഒരു ഉദ്യാനം ഒരുക്കുക എന്നത്. താൻ ഒരുക്കിയ പുഷ്പങ്ങൾ അർച്ചനയ്ക്കായി ഇഷ്ടദേവന്റെ മുന്നിൽ നേരിട്ടെത്തുക എന്നത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമെന്നാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷിന്റെ ഭാഷ്യം. സുരേഷ് പാർലിക്കാട് നമ്മുടെ ഭാഗവത സത്രം നടക്കുന്ന അവിടത്തേക്ക് വേണ്ട പൂക്കളൊക്കെ അവിടെ തന്നെ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വളരെ അനുഭവസമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യം നമ്മൾ അംഗീകരിച്ച് ഇവിടെ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇന്നത് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ്.